കൊട്ടപ്പടിയിലെ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണ കാട്ടാനയെ തിരികെ കയറ്റാനുള്ള ശ്രമങ്ങൾ അത് പുരോഗമിക്കുകയാണ്. ആന വീണ കിണർ അത് ഇടിച്ചു പൊളിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തുന്നതായിട്ടാണ് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. നേരത്തെയും ഈ ആന അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതിന്റെ മസ്തകത്തിലൊക്കെ കാണുന്ന ആ മുറിവ് പാടൊക്കെ അതിന്റെ ഭാഗമായിട്ടുള്ളതാണ് എന്നാണ് നാട്ടുകാരൊക്കെ നേരത്തെയും പറഞ്ഞത്. അപ്പോൾ വീണ്ടും ആന അങ്ങനെ തന്നെ തുടരുകയാണ്. ജെയിൻ എസ് രാജു ഉണ്ട്. ജെയിൻ, ഈ ആന ആ ഭാഗത്ത് നിൽക്കുന്ന ആ ഒരു കിണർ പൊളിക്കാനുള്ള ശ്രമം അല്ലെങ്കിൽ തകർത്തിടാനുള്ള ശ്രമമൊക്കെ ആണെന്ന് തോന്നുന്നു നടത്തുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് അത്തരത്തിലാണ് നമുക്ക് മനസ്സിലാകുന്നതും. ഇവിടെ ഇപ്പോൾ എന്ത് രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് പോലീസും നാട്ടുകാരും വനം വകുപ്പും ഒക്കെ ചേർന്ന് അവലംബിച്ചിരിക്കുന്നത്? എന്താണ് അവർ പറയുന്നത്? പൂജ, ഇത് വലിയ പ്രതിസന്ധിയാണ്. കാരണം ഈ ആനയെ കയറ്റിവിടാൻ കഴിയുന്നത് ഈ കിണറിൻ്റെ ഒരു വശം ഇടിച്ച് അതിനെ ഓടിച്ചു വിടുക എന്നുള്ളതാണ്. പക്ഷേ അതിന് പ്രായോഗികമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്. കാരണം തൊട്ടടുത്തുള്ള വനമേഖല എന്ന് പറയുന്നത് കോട്ടപ്പടിക്ക് സമീപത്തുള്ള വനമേഖലയാണ്. അതിന് അങ്ങോട്ട് 3 കിലോമീറ്റർ ഉണ്ട്. അതിൻ്റെ ഇടയിൽ നിരവധി വീടുകൾ, ഇപ്പോൾ ഈ ആന വീണ് കിടക്കുന്ന കിണറിന് സമീപത്ത് തന്നെ തൊട്ടടുത്തായി ഒരുപാട് വീടുകളുണ്ട്. അപ്പോൾ ആനയെ പ്രകോപിതനായി നിൽക്കുന്ന ആനയെ ഓടിച്ച് ഈ ജനവാസ മേഖലയ്ക്കിടയിലൂടെ വേണം കാട്ടിലേക്ക് കൊണ്ടുപോകാൻ. അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. നാട്ടുകാരെ സംബന്ധിച്ച് അവർ ആ കാര്യത്തോട് യോജിക്കുന്നില്ല. പകരം ഇതിനെ ഇവിടെ നിന്ന് മയക്കുവെടി വെച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ്. മയക്കുവെടി വെച്ച് കൊണ്ടുപോകാനും ചില പരിമിതികളുണ്ട്. കാരണം ഒന്ന്, മയക്കുവെടി വയ്ക്കാൻ വാഹനങ്ങളടക്കം ഇങ്ങോട്ട് എത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ അടക്കം അനുമതി ആവശ്യമുണ്ട്. അത് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല, വളരെ പെട്ടെന്ന് സാധ്യമാകുന്ന ഒരു കാര്യമല്ല. ഈ 2 പ്രതിസന്ധികളാണ് ഇപ്പോഴുള്ളത്. ഇക്കാര്യത്തിൽ ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് തീരുമാനം എടുക്കേണ്ടത്. DFO അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ നാട്ടുകാരും ജനപ്രതിനിധികളും അടക്കമുള്ളവരോട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായാൽ മാത്രമേ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരു ചിത്രം വ്യക്തമാകൂ. എന്തായാലും ഇപ്പോൾ എന്താണെങ്കിലും ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം, ഈ ആന അവിടെ വെള്ളം കുറച്ച് കുറവാണ് എന്നുള്ളതാണ് ആകെ ഒരു ആശ്വാസം ആയിട്ടുള്ള ഒരു കാര്യം. ആന ആ കിണർ പൊളിക്കാനുള്ള ശ്രമങ്ങൾ, അതിൻ്റെ ഈ മസ്തകത്തിലൊക്കെ നമുക്ക് ആ മുറിപ്പാടുകളും ഒക്കെ കാണാം. ആ ഇടിച്ചു പൊളിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ആണെന്ന് തോന്നുന്നു ആ മസ്തകത്തിലൊക്കെയുള്ള മുറിപ്പാടുകൾ. അപ്പോൾ DFOയും അങ്ങനെയുള്ള ആളുകളൊക്കെ, മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അവർ നാട്ടുകാരുമായിട്ട് സംസാരിക്കുന്നു. ഈ നാട്ടുകാർ പറയുന്നത് പ്രശ്നക്കാരനായ ഒരു ആനയാണിത്. അപ്പോൾ ഈ ആനയെ അവിടെ നിന്ന് പിടിച്ച് മയക്കുവെടി വെച്ച് പിടിച്ച് മറ്റൊരു സ്ഥലത്തേക്ക്, മറ്റൊരു ആവാസ വ്യവസ്ഥയിലേക്ക് കൊണ്ടുപോയി തുറന്നു വിടണം എന്നൊരു ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തിലൊരു സമവായത്തിലേക്കൊക്കെ എത്തിച്ചേർന്നാൽ മാത്രമേ ഇനിയിപ്പോൾ രക്ഷാപ്രവർത്തനമൊക്കെ ആനയെ കരയ്ക്ക് കയറ്റുന്ന നടപടികളിലൊക്കെ തുടക്കമാവുകയുള്ളൂ. പിന്നെ നമ്മൾ ഈ അറിയേണ്ട ഒരു കാര്യം, രാത്രി 12 മണിക്ക് വീണ ഒരു ആനയാണ്. ഇപ്പോൾ സമയം 8:30 ഇപ്പോൾ ഇത്രയും മണിക്കൂറുകളായിട്ട് ആ വെള്ളത്തിലാണ് ആ ആന കിടക്കുന്നത്. അപ്പോൾ ആന മാത്രമല്ല, ആന വെറുതെ ഇരിക്കുന്നില്ല. ഈ മസ്തകം കൊണ്ട് അതൊക്കെ ഇടിച്ചു പൊളിക്കാനും ശ്രമിക്കുകയാണ്. അപ്പോൾ ആന ക്ഷീണിതനാവാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ എത്രയും വേഗം ഈ കാര്യങ്ങളിലൊക്കെ ഒരു സമവായത്തിലേക്കൊക്കെ എത്തിച്ചേർന്ന് ആനയെ പെട്ടെന്ന് കരയ്ക്ക് കയറ്റാനുള്ള നടപടിക്രമങ്ങൾക്കൊക്കെ തുടക്കമാകും എന്ന് തന്നെ നമുക്ക് കരുതാം.